നമസ്കാരം. മംഗളം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിൽ ഇസ്രായേൽ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് എന്ന പേരിൽ യുദ്ധം പ്രഖ്യാപിച്ച് 20 മിനിറ്റിനകം ഗാസ മുനമ്പിൽ നിന്ന് 5000-ഓളം റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടു. ഹമാസ് അവരുടെ തന്ത്രത്തിൽ വലിയ തോതിൽ വിജയിച്ചു. ഹമാസിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി അറിയുന്നതിൽ, രഹസ്യം ചോർത്തുന്നതിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ വിദഗ്ധരെന്ന് കേൾവികേട്ട ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വീഴ്ച സംഭവിച്ചു. പ്രത്യേകിച്ചും മൊസാദിന്. ഇത് എങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് ഇസ്രായേലി ഉദ്യോഗസ്ഥർ ഇതിനോട് പ്രതികരിച്ചു. പക്ഷേ ഇപ്പോൾ മൊസാദ് ഹമാസ് നേതാക്കളുടെ ഉറക്കം ശരിക്കും കെടുത്തുകയാണ്. ലോകരാജ്യങ്ങൾക്കിടയിൽ മൊസാദിന് തലകുനിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന് പകരം ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പാലസ്തീൻ ഗ്രൂപ്പുകൾക്കുള്ളിലും ലെബനിലും സിറിയയിലും മറ്റ് അറബി രാജ്യങ്ങളിലും മൊസാദിന് രഹസ്യങ്ങൾ ചോർത്തുവാൻ ചാരന്മാരും ഏജന്റുമാരുമുണ്ട്. മുൻകാലങ്ങളിൽ ഇസ്രായേലിനെതിരായ നീക്കങ്ങൾ കൃത്യമായി മണത്തെറിഞ്ഞ് പ്രതിരോധിക്കുകയും കൊലപാതകങ്ങൾ ഉൾപ്പെടെ നടപ്പിലാക്കുകയും അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിനെ ഭയന്ന് ഹമാസ് ഉദ്യോഗസ്ഥർ ഖത്തർ വിട്ടതായ റിപ്പോർട്ടുകൾ. സെൽഫോണുകൾ ഉപേക്ഷിച്ചാണ് പലരും രക്ഷപ്പെട്ടിരിക്കുന്നത്. ഖത്തറിൽ ഒരിടത്തും തങ്ങൾ സുരക്ഷിതരായിരിക്കില്ല എന്ന് മനസ്സിലായതിനെ തുടർന്നാണ് ഖത്തറിൽ താമസിച്ചിരുന്ന നേതാക്കൾ രാജ്യം വിട്ടത്. സെൽഫോണുകൾ ഉൾപ്പെടെയുള്ള ആശയവിനിമയങ്ങൾ വിച്ഛേദിച്ച് നിരവധി ഹമാസ് നേതാക്കൾ അടുത്തിടെ ഖത്തർ വിട്ടിരുന്നു. ഒരു ദശാബ്ദത്തിലേറെയായി ഖത്തറിൽ താമസിക്കുന്ന ഹമാസ് നേതാക്കളിൽ പൊളിറ്റിക്കൽ ബ്യൂറോ തലവൻ ഇസ്മായിൽ ഹനിയ, മുസ അബു മർസൂഖ്, ഖാലിദ് മഷാൽ എന്നിവരും രക്ഷപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. ഗാസയിലെ മിക്ക പാലസ്തീനികളും കടുത്ത ദാരിദ്ര്യത്തിൽ കഴിയുമ്പോഴും ഇവർ ഗൾഫ് രാഷ്ട്രത്തിൽ ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ മൊസാദിനെ ഭയന്ന് അൾജീരിയ, ലെബനൻ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് നേതാക്കൾ പോയത്. ലെബനിൽ താമസിക്കുന്ന മറ്റൊരു ഹമാസ് നേതാവ് സലേഹ് അൽ അരൂരിയും തുർക്കിയിലേക്ക് മാറി. ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിലാണ് അൽ അറൂരി സ്ഥിതി ചെയ്യുന്നത്. അവിടെ സലേഹ് 2 ഗ്രൂപ്പുകളെ ഏകോപിപ്പിക്കുകയും ഹമാസിന്റെ ലെബനൻ ബ്രാഞ്ചിന്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തുവെന്ന് റിപ്പോർട്ട് പറയുന്നു. ഖത്തറിലും തുർക്കിയിലും എവിടെയായാലും ഹമാസിന്റെ നേതാക്കളെ ഇസ്രായേൽ ഉന്മൂലനം ചെയ്യുമെന്ന് ഇസ്രായേൽ സെക്യൂരിറ്റി ഏജൻസി മേധാവി റോണൻ ബാർ ഡിസംബർ 3 പറഞ്ഞു. അതിന് പിന്നാലെയാണ് ഈ പ്രയാണം. സാലിഹ് അൽ അറൂരി അടക്കമുള്ള നേതാക്കൾക്ക് രക്തസാക്ഷിയായി മരിക്കുവാൻ ഭയം വന്നിട്ടുണ്ടെന്നാണ് സൂചന. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA കഴിഞ്ഞാൽ ലോകത്തെ 2ാമത്തെ വലിയ ചാര ഏജൻസിയാണ് മൊസാദ്. ഒരുപക്ഷെ ചാരവൃത്തിയിലും ഓപ്പറേഷനുകളിലും CIAയേക്കാൾ മുകളിൽ നിൽക്കുന്ന ഏജൻസി. അമൻ, ഷിൻ ബെറ്റ് എന്നിവയ്ക്കൊപ്പം ഇസ്രായേലിലെ 3 പ്രധാന രഹസ്യാന്വേഷണ സംഘടനകളിൽ ഒന്നാണ് മൊസാദ്. മൊസാദ് എന്ന ഹിബ്രു വാക്കിന് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് അർത്ഥം. രഹസ്യാന്വേഷണം, രഹസ്യപ്രവർത്തനം, തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവ മൊസാദിന്റെ ഉത്തരവാദിത്വമാണ്. അതുവഴി ഇനി ഇതുപോലെ ഒരു ആക്രമണം ഉണ്ടാകില്ലെന്നും എല്ലാവരെയും തുടച്ചു നീക്കും വരെ തങ്ങൾക്ക് ഉറക്കമില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മൊസാദ്. അതുകൊണ്ട് മൊസാദിന്റെ ചാരക്കണ്ണുകൾ ഇപ്പോൾ ഹമാസ് തലവന്മാരുടെ തല കൊയ്യാനായി വെമ്പുകയാണ്. ഉടനത് നടപ്പിലാക്കുവാനും സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ മറ്റൊരു വെല്ലുവിളി, പാലസ്തീനികൾക്കിടയിൽ ഹമാസിന് പിന്തുണയേറുന്നതായി അഭിപ്രായ വോട്ടെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ ഹമാസിന്റെ പിന്തുണ ഇടിക്കുവാൻ തീവ്രശ്രമവുമായി ഇസ്രായേൽ രംഗത്ത് വന്നു. ക്രൂരമായ ആക്രമണം നടത്തിയും ഭക്ഷണവും കുടിവെള്ളവും വിലക്കിയും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചാൽ അവർ ഹമാസിനെതിരെ തിരിയുമെന്ന പ്രതീക്ഷ ഇസ്രായേലിനുണ്ടായിരുന്നു. ഹമാസ് നേതാവ് യഹ്യ സിൻവാറിനു വേണ്ടി മരിക്കാൻ നിൽക്കരുതെന്നും ഹമാസിനെ കീഴടക്കാൻ സഹായിച്ചാൽ ഗസയെ സ്വർഗമാക്കി തരാമെന്നും ഗസയിൽ ഇസ്രായേൽ സൈന്യം ആകാശത്തു നിന്ന് വിതറിയ ലഘുലേഖയിൽ പറഞ്ഞിരുന്നു. അതേസമയം ഇത് യേശുന്നില്ല എന്നാണ് സൂചന. വടക്കൻ ഗസയിൽ നിന്ന് തെക്കോട്ട് പോയാൽ നിങ്ങൾ സുരക്ഷിതരാണെന്ന് പറഞ്ഞ് ആട്ടിപ്പായിപ്പിച്ച ശേഷം തെക്കൻ ഗസയിലും ബോംബാക്രമണം നടത്തിയ ഇസ്രായേലിനെ പാലസ്തീനികൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പലായനം ചെയ്യുന്നവർക്ക് നേരെയും ആക്രമണമുണ്ടായി. യുദ്ധം പുരോഗമിക്കുമ്പോൾ പാലസ്തീനികൾക്കിടയിൽ ഹമാസിന് പിന്തുണ വർദ്ധിക്കുന്നതായാണ് പാലസ്തീൻ സെന്റർ ഫോർ പോളിസി ആൻഡ് സർവേ റിസർച്ച് നടത്തിയ സർവേ ഫലം സൂചിപ്പിക്കുന്നത്. നേരത്തെ ഹമാസിന് പിന്തുണ കുറവായിരുന്ന അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിലാണ് പിന്തുണയിൽ വൻ കുതിപ്പുണ്ടായത്. വോട്ടെടുപ്പിൽ പങ്കെടുത്ത 44% പേരും ഹമാസിനെ പിന്തുണച്ചു. സെപ്റ്റംബറിൽ 12% മാത്രമായിരുന്നു പിന്തുണ. ഗസയിൽ 3 മാസം മുമ്പത്തെ 38% നിന്ന് 42% പിന്തുണ ഉയർന്നു. വോട്ടെടുപ്പിൽ പങ്കെടുത്ത 90% പേരും പാശ്ചാത്യ പിന്തുണയുള്ള ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ നടത്തിയ മിന്നലാക്രമണമാണ് തങ്ങളുടെ ദുരിതത്തിന് കാരണമെന്ന് ഭൂരിഭാഗം ഫലസ്തീനികളും കരുതുന്നില്ല. ഹമാസിന് സ്വാധീനമില്ലാത്ത വെസ്റ്റ് ബാങ്കിലും 500-ലേറെ ഫലസ്തീനികളെ 2 വർഷത്തിനിടെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തുകയായിരുന്നു. ഒക്ടോബർ 7 മുമ്പ് തന്നെ 6000-ലേറെ ഫലസ്തീനികൾ ഇസ്രായേലിന്റെ തടവറയിലായിരുന്നു. അധിനിവേശത്തിലൂടെ തങ്ങളുടെ ഭൂമി കവരുന്ന ഇസ്രായേലിനെ ചെറുത്തു നിൽക്കുകയല്ലാതെ മറ്റൊരു വഴിയില്ലെന്നാണ് അവർ കരുതുന്നത്. ഹമാസ് നേതാക്കളെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് വൻ വാഗ്ദാനം നൽകി ഇസ്രായേൽ. ഏറ്റവും പ്രമുഖ നേതാവ് യഹ്യ സിൻവാറിന് $4 ലക്ഷം വിലയിട്ടിരിക്കുന്നത്. അതായത് ഏകദേശം ഇന്ത്യൻ റുപ്പി 3.3 കോടി രൂപ. അദ്ദേഹത്തിന്റെ സഹോദരൻ മുഹമ്മദ് സിൻവാറിനെ കുറിച്ച് വിവരം നൽകിയാൽ $3 ലക്ഷം, റാഫി അസലാമിയെക്കുറിച്ച് വിവരം നൽകിയ $2 ലക്ഷം, അൽക്കസം ബ്രിഗേഡ് തലവൻ മുഹമ്മദ് ദൈഫിനെ കുറിച്ച് വിവരം നൽകിയാൽ $1 ലക്ഷം വാഗ്ദാനം.
ഗസയിൽ ഹമാസിന്റെ ശക്തിയും സ്വാധീനം അവസാനിച്ചിരിക്കുന്നുവെന്നും നിങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടി ചില വിവരങ്ങൾ നൽകണമെന്നും അറബി ലഘുലേഖയിൽ ആമുഖമായി പറഞ്ഞാണ് ഒറ്റിക്കൊടുക്കുന്നവർക്ക് പാരിതോഷികം വാഗ്ദാനം ചെയ്തത്. അവരുടെ പേരുവിവരം പുറത്തുവിടില്ലെന്നും പറയുന്നു. അതേസമയം ഗാസയിൽ നടത്തുന്ന ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രായേലിന് യാതൊരു നേട്ടവും ഉണ്ടായിട്ടില്ലെന്നും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ വെറുപ്പ് നേടിയെടുക്കുക മാത്രമാണ് ഉണ്ടായതെന്നും ഹിസ്ബുള്ള വക്താവ് മുഹമ്മദ് അബീബ് പറഞ്ഞു. ഹമാസിനെ പരാജയപ്പെടുത്തുവാൻ ഇസ്രായേൽ സേനയായ IDFന് ഇനിയും സാധിച്ചിട്ടില്ലെന്നും കൂട്ടക്കൊലയും വ്യാപക നാശനഷ്ടങ്ങളുമാണ് അവർ ഇതുവരെ നേടിയതെന്നും ഹിസ്ബുള്ള വക്താവ് പറഞ്ഞു. ലോകം ഇസ്രായേലിനെ എങ്ങനെ വീക്ഷിക്കുന്നു എന്നതിനെ ഇത് ബാധിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഏക രാജ്യം US മാത്രമാണെന്നും ഫലത്തിൽ ഇസ്രായേൽ ഒറ്റപ്പെട്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലിന്റെ നടപടികളോടുള്ള ആഗോള പ്രതികരണം അവഗണിക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് മുഹമ്മദ് അഫീഫ് ചൂണ്ടിക്കാട്ടി. ദശാബ്ദങ്ങൾക്ക് ശേഷം ആദ്യമായി ഐക്യരാഷ്ട്രസഭയിൽ ആർട്ടിക്കിൾ 99 അടിസ്ഥാനമാക്കി വെടിനിർത്തൽ പ്രമേയം അവതരിപ്പിച്ചിരുന്നു. അന്താരാഷ്ട്ര സുരക്ഷയ്ക്കും സമാധാനത്തിനും ഭീഷണിയാകുമെന്ന് UN സെക്രട്ടറി ജനറലിന് തോന്നുന്ന വിഷയങ്ങൾ രക്ഷാസമിതിക്ക് മുമ്പാകെ കൊണ്ടുവരുന്നതിനുള്ള നിയമമാണിത്. എന്നാൽ US വീറ്റോ പ്രയോഗിച്ച് ഗസയിലെ അടിയന്തര വെടിനിർത്തലിനുള്ള പ്രമേയം റദ്ദാക്കുകയായിരുന്നു. ഗസയിലെ ഇസ്രായേൽ ആക്രമണം ഗസയെ വാസയോഗ്യമല്ലാതാക്കുകയാണെന്ന് UNRWA മേധാവി ഫിലിപ്പ് ലസാറിനി പറഞ്ഞിരുന്നു. നന്ദി, നമസ്കാരം.